ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? വീഡിയോസൊക്കെ നേരം വൈകി വരുന്നുല്ലേ? വീഡിയോസ് ഇടാനും കഴിയണില്ല കേട്ടോ, കുട്ടിക്ക് സുഖമല്ലായിട്ടേ. അപ്പം മിന്നൂസിന് കുറഞ്ഞു വരുന്നുണ്ട്, എന്നാലും വയറുവേദനയൊക്കെ ആയിട്ട് എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വീഡിയോസ് ഇടാനുള്ള ബുദ്ധിമുട്ടും എല്ലാം കൂടെ ആയപ്പോഴേ. അപ്പോൾ എന്താ പരിപാടി എന്നായിരിക്കൂലേ? അപ്പോൾ തലേന്ന് ലേശം പച്ചരി നമുക്ക് റേഷാപ്പിൽ നിന്ന് ഇപ്പോൾ കിട്ടണില്ലല്ലോ. അപ്പോൾ ഞാനൊരു 1.5 കിലോ പച്ചരിയൊക്കെ കൊടുന്നു കേട്ടോ. അപ്പം ഞാൻ അതിക്കൊരു 2 നായി ചാക്കേരി ഇട്ട് വെച്ച് കണ്ട് ലേസം വെള്ളമൊക്കെ പറന്ന് കുതിർക്കാൻ വെച്ചു കേട്ടോ. രാവിലെ വെച്ചതാണ് ഈ പരിപാടി കേട്ടോ. വൈകുന്നേരം അത് നല്ലോണം ഊറ്റിയിട്ടേ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് മില്ല്. അപ്പോൾ അതിക്ക് കൊണ്ടുപോയിക്കാണ്ട് പൊടിപ്പിക്കും കേട്ടോ. കാക്കു കൊണ്ടുപോയി പൊടിപ്പിച്ച് കൊണ്ടുവരും, നല്ലോണം നൈസാക്കി പൊടിച്ച് കൊണ്ടുവരും. അപ്പം ഞാനൊരു 2 പോങ്ങ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 2 കയ്യിനിട്ടോ ഉയിന്ന് വെള്ളത്തിലിട്ടേക്കും. എന്താ പരിപാടി എന്നായിരിക്കൂലേ? അപ്പോൾ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനും വേണ്ടിയിട്ടേ മാവ് ഉണ്ടാക്കി വെക്കുക കേട്ടോ. പച്ചരിയൊക്കെ തോനല്ല സമയത്ത് ഞാൻ എന്താ ചെയ്യാമെന്നോ, അതുപോലെ 2 കിലോനും 3 കിലോനൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ. എൻ്റെ ഏട്ടത്തി പറഞ്ഞു തന്നാണ്. ഓലൊക്കെ നാട്ടിൽ അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യൽ തിരുവനന്തപുരത്ത്. അപ്പം നമ്മളൊക്കെ ദോശക്ക് മാവ് അങ്ങനെ കൂട്ടി വെക്കലാട്ടോ. ലേസം ഉയിന്ന് ഞാൻ എടുത്ത് വെച്ചിരുന്നു, അത് അരച്ച് വെച്ചു, അവർ പൊടിച്ചു കൊടുന്നപ്പോൾ കേട്ടോ. എന്നിട്ട് അത് കൂട്ടി വെച്ചതായിരുന്നു. തലേക്ക് ഇതുപോലെ കട്ടിയിൽ നൊരച്ച് വന്നു കേട്ടോ. ദിലാറൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഞാനൊരു പാത്രത്തേക്ക് എടുത്തുകാണ്ട് അതിക്ക് ലേശം അപ്പസോഡ നുള്ളി ചേർത്ത് കാണ്ട് ലേശം വെള്ളം ഉപ്പ് ഇട്ടുകാണ്ട് കലക്കിയിട്ട് ഒരു 10 മിനിറ്റ് പുറത്ത് വെക്കും കേട്ടോ. നമ്മൾ ആവശ്യത്തിന് ഇങ്ങനെ 3-4 കയ്യിൽ എടുത്തുകാണ്ടാണ് ഇത് ചെയ്യുക കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിക്ക് വെക്കും. അങ്ങനെ കേട്ടോ പച്ചരി തോനുണ്ടാവുമ്പോൾ ഞാൻ ഉണ്ടാക്കി വെക്കൽ. അപ്പോൾ ഇത് ഞാൻ 3-4 പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളത് ഞാൻ എടുത്ത് കാണിച്ചെന്നാ കേട്ടോ. അപ്പോൾ ആ പൊടിച്ചു കൊടുന്ന പൊടിക്ക് ഞാൻ ഉയിന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ, അതും ചോറും കൂട്ടിക്കാണ്ട് അരച്ചിട്ട് ആ വെള്ളം കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് കൈ കൊണ്ട് തന്നെ കുഴച്ചിട്ടുണ്ട് വെക്കലാട്ടോ. അപ്പോൾ അത് നല്ല ടൈറ്റിൽ തന്നെ നിൽക്കുക. പിന്നെ നേരം വെളുക്കുമ്പോൾ അപ്പസോഡ ഒന്നും അപ്പം ഇടൂല കേട്ടോ. ഞാൻ അതങ്ങനെ മൂടി വെക്കലാണ്. നേരം വെളുക്കുമ്പോൾ നന്നായിട്ട് നൊരച്ച് വരും കേട്ടോ. പിന്നെ ഞാൻ അത് ഫ്രിഡ്ജിക്ക് വെക്കും. നേരത്തെ കണ്ടില്ലേ, അത് ഫ്രിഡ്ജിക്ക് വെച്ചിട്ട് പിന്നെ ഞാൻ ആവശ്യങ്ങൾക്ക് ഇങ്ങനെ എടുക്കും ഞാൻ. അപ്പോൾ 3-4 തവണ ഉണ്ടാക്കി വെച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ബാക്കിയുള്ള മാവുകൊണ്ട് ഇപ്പം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിൽ ഒരു നുള്ള അപ്പസോടയും ബാക്കി ഉപ്പും ലേസം വെള്ളവും ചേർത്ത് കാണ്ട് ഇളക്കിയിട്ട് 10 മിനിറ്റ് അവിടെ എടുത്ത് വെക്കും ഞാൻ. എന്നിട്ടാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുക കേട്ടോ. അത് ഇങ്ങനെ തന്നെ ചെയ്യാം, മക്കൾക്കൊക്കെ ഇഷ്ടമാണ്. രാത്രിയൊക്കെ ഞാൻ ചോറില്ലാത്ത നേരത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കും. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും മക്കൾ ഉണ്ടാക്കും കേട്ടോ. ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവരെടുത്തുകാണ്ട് ആവശ്യങ്ങൾക്കൊക്കെ എടുത്തുകാണ്ട് അങ്ങനെ ഉണ്ടാക്കും. പിന്നെ ഉമ്മയില്ലേ, ഉമ്മാക്കും ഞാൻ രാത്രി അങ്ങനെ ഉണ്ടാക്കും. മക്കളൊക്കെ അങ്ങനെ മാവ് ഉണ്ടാക്കി വെച്ചാൽ അതന്നെ പരിപാടി കേട്ടോ. ഇതെന്തായിരിക്കും എന്നായിരിക്കൂലേ, നമ്മളെ പുതിയ കുക്കറാട്ടോ. അത് പറ്റിച്ചു പണി. അത് കണ്ടില്ല മക്കളെ, ഞാൻ സാമ്പാർ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ ആ സേഫ്റ്റി പിന്നെ ഇതൊക്കെ പൊട്ടിക്കാണ്ട് ആകെ ഒലിച്ചു കിട്ടോ. അത് 2 ദിവസം മുന്നേ തന്നെ ഇങ്ങനെ അതിൻ്റെ വാസറ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ ഉപയോഗിച്ചപ്പോൾ അപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഞാനത് ശ്രദ്ധിക്കാതെ പിന്നെ ഞാനിപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയപ്പോഴേ അത് ആകെ പൊട്ടി പാളീസായില്ലേ. അത് ഇനി എന്താ ഞാൻ ചെയ്യുക? കുക്കർ വാങ്ങിയിട്ടായി മാത്രമൊന്നും ആയിട്ടില്ല. ഇനി വാറണ്ടിയൊക്കെ എല്ലോണ്ട് ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് നോക്കട്ടെ കേട്ടോ. അത് കാക്കൂന് വീറടിച്ചിരിക്കണം. കാക്കു അറിയും ഈ ആദായം നോക്കി പോയാൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ട് ചീത്ത അറിയുന്നുണ്ട് കേട്ടോ. 500-600 രൂപയൊക്കെ ഞാൻ അതിന് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കാക്കുവിനോട് പറഞ്ഞപ്പോൾ കാക്കു പറയും ഈ 500-600 ഞാൻ ഓലോട് നന്നാക്കി തരാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയല്ലേ, ഈയും പോരുക അറിയുന്നുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഇനി മഞ്ചേരിയിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ശരിയാക്കണം എന്ന് കരുതി നിൽക്കുക. അപ്പോൾ ഇത് കണ്ടോ, എൻ്റെ ഇഡ്ഡലി ചെമ്പ് മോലാലിൻ്റെ മാതിരി ഒരു ഭാഗം ചെരിഞ്ഞിക്കണില്ലേ. എൻ്റെ ഒന്നല്ല കേട്ടോ, ഇത്താത്താൻ്റെ ആണ്. ഇത്താത്ത കുറേ മുന്നേ തന്നതാട്ടോ. പിന്നെ ഞാൻ ഇഡ്ഡലി ചെമ്പൊന്നും വാങ്ങിച്ചിട്ടില്ല, നിങ്ങൾക്കൊക്കെ അറിയണല്ലേ. ഇപ്പോൾ ഓരോ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പൈസക്ക് അനുസരിച്ച് അങ്ങനെ വാങ്ങും. അപ്പോൾ അത് കണ്ടോ, ഞാൻ ഇനി അയിക്ക് ഇറക്കി വെച്ചാൽ അതിലാറെ ചെരിഞ്ഞ് പോകും. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ മൂടിയാണ് എടുത്ത് വെച്ചു കേട്ടോ. അപ്പം മുഴുവനൊന്നും വെന്തിട്ടില്ല തോന്നുന്നു പരിപ്പൊന്നും. അപ്പം ഞാനതാണ് വേറെ മൂടി കൊണ്ടാണ് മൂടി വെച്ച് അതിൽ തന്നെ വെച്ച് കാണ്ട് അങ്ങോട്ട് വേവിച്ചു. അപ്പോൾ വെണ്ടയ്ക്കയും പരിപ്പും പിന്നെ ഉരുളൻകിഴങ്ങും മാത്രമുള്ളായിരുന്നു. സ്റ്റിക്ക് എന്തേ താത്താ ചോദിക്കുന്നുണ്ടാവൂലേ. സ്റ്റിക്കിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ കൂടിയിട്ടുണ്ട്. അപ്പം ഞാൻ അത് പിന്നെ ശരിയാക്കാമെന്ന് കരുതിയാണ് ഞാൻ കൈകൊണ്ട് പിടിച്ചാട്ടോ. അപ്പോൾ അത് വെച്ചപ്പോൾ അതിന് കാക്കു മീനും കൊണ്ട് വന്ന്. അപ്പം തോലി ചീന്തണ മീനുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട, എനിക്ക് കഴിയുമ്പോൾ പണിയെടുക്കാൻ വയ്യായിരുന്നു. അപ്പോൾ ആ കാക്കുണ്ട് പറയണം, മീൻ തരുന്ന കാക്കുണ്ട് പറയണം, മീൻ കാക്കു എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പോൾ കാക്കു പറഞ്ഞു ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചാൽ ആ തോല് പെട്ടെന്നാണ് കീറിപ്പോരും മളയെന്ന് പറയുന്നുണ്ട്. അന്നൊന്ന് വാങ്ങിക്കൊണ്ട് ഇവർക്കൊക്കെ ഇഷ്ടമാണ്. ചെമ്പല്ലി നല്ല ഇഷ്ടമാണ്. ചെമ്പല്ലി പൊരിച്ചാൽ നല്ല രസമാണല്ലോ. അപ്പം ഞാനന്ന് അങ്ങനെ ചെയ്തോട്ടെ. ഇറച്ചി ഞാനങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ട്
നമ്മൾ കട്ടിങ് ട്രയലിട്ട് കട്ടിങ് ബോർഡിലിട്ട് കാണ്ട് ഇങ്ങനെ മുറിച്ചെടുത്താലേ നല്ല വൃത്തിക്ക് പോരും. ഇതിങ്ങനെ പീഞ്ഞാൽ ഇങ്ങനെ വൃത്തി ഉണ്ടാവില്ല, ആകെ കയമ്പൊക്കെ കൈമൊന്ന് അല്ലാന്നൊരു സീലൊക്കെ കൂട്ടിക്കാണ്ടൊക്കെ ഞാൻ ചെയ്ത് നോക്കൂട്ടോ. ഇത് നല്ല വൃത്തിയായിട്ടോ ഇങ്ങനെ ചെയ്തപ്പോൾ. അപ്പോൾ ഒരു ചെറിയൊരു കേടുള്ള പോലെ തോന്നി മീൻ എനിക്ക്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ഒന്നുകൂടി ഉഷാറായിട്ടോ. പുളിവെള്ളത്തിൽ ഞാൻ പുളിവെള്ളം ഞാൻ വെച്ചിരുന്നു. അപ്പോൾ നമ്മളെ സാമ്പാറൊക്കെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ പെട്ടെന്ന് പണികളൊക്കെ തീർക്കുകയാണ്. അപ്പം ഞാൻ ആ പുളിവെള്ളത്തേക്ക് തന്നെ സാമ്പാർ പൊടി ഇട്ടോ. സാമ്പാർ പൊടി അതിക്കിട്ട് 3-4 കയ്യിലിട്ട് കാണാൻ നന്നായിട്ടാണ് ഇളക്കിയിട്ട് അതിക്ക് പാരില്ല. സാമ്പാർ പൊടി ഒന്നും ഇടൂല കേട്ടോ. സാമ്പാറിൽ ഞാൻ ആദ്യം തന്നെ കുറച്ച് മഞ്ഞളും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളകും പൊടി, ഒരു പച്ചമുളകും, പിന്നെ ചെറിയുള്ളി ഇട്ടോ. ചെറിയുള്ളി നല്ലോണം അരിഞ്ഞിടും ഞാൻ. പിന്നെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒപ്പിച്ച് കാണ്ട് ഇടും കേട്ടോ. അപ്പോൾ ഉരുളങ്കിഴങ്ങ് ഉണ്ട്, അപ്പോൾ അതൊരു 2 അരിഞ്ഞു ഇട്ടു ഞാൻ. വെണ്ടയ്ക്ക 2 ദിവസം മുന്നേ കൊടുന്നിട്ടുണ്ടായിന്, അതും ഇട്ടു. തക്കാളി ഇട്ട് കാണ്ടൊക്കെയാണ് വേവിച്ചെടുത്തിട്ട് ഞാൻ പുളിവെള്ളത്തിൽ സാമ്പാർ പൊടി ഇട്ട് കാണ്ട് അങ്ങോട്ട് പാരലാണ് കേട്ടോ. ഇത് കണ്ടോ, അപ്പോൾ ഉഷാറായിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി വെക്കൊണ്ടിട്ട്. ചെറിയുള്ളി കുറച്ച് എനിക്കൊരു ചേച്ചി പറഞ്ഞു തന്നാ കേട്ടോ, ചെറിയുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, കുറച്ച് തോന ഇട്ട് കാണ്ട് വേവിക്കൊണ്ടിയാണ്. അപ്പോൾ ഇതാക്കണം നമ്മളെ ചട്ടിയിൽ ലേസം വെളിച്ചെണ്ണ പാർന്നിട്ടുണ്ട്, ഉലുവട്ട്. കായപ്പൊടിയൊന്നും ഇല്ല കേട്ടോ മക്കളെ, കായപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇടും, ഇല്ലെങ്കിൽ ഇടൂല കേട്ടോ. ഉലുവ പൊട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ കടുക് ഇടും, പിന്നെ നമ്മളെ ചെറിയ ജീരകം ഇടും കേട്ടോ. അങ്ങനെ ഇട്ട് വെക്കൊണ്ട് കേട്ടോ. അത് ആ ചേച്ചി പറഞ്ഞാൽ നല്ല രസം ഉണ്ടാവലുണ്ട് കേട്ടോ. കറി സാമ്പാർ നല്ല സൂപ്പർ ആവലുണ്ട്. അപ്പോൾ ഇതാക്കണ ചെറിയ ജീരകം പറഞ്ഞാൽ നല്ല ജീരകം എന്നൊക്കെ പറയട്ടോ. അതും ഇട്ടുകാണ്ട് ഒന്നും പൊട്ടിച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ടുകാണ്ട് സാമ്പാർക്കാണ് പോരും കേട്ടോ ഞാൻ. ആ സാമ്പാർ നല്ല ടേസ്റ്റായിരിക്കും. പരിപ്പ് നല്ല ഉഷാറില്ല പരിപ്പാണ്. ഇത് എനിക്കൊരു ചേച്ചി പറഞ്ഞു തന്നാട്ടോ. ഞാൻ അങ്ങനെ ഒരു കഥയിൽ ഉണ്ടാക്കലാണ്, ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കൽ. അപ്പം നല്ല രസമുണ്ട്, നല്ല സ്മെല്ലുണ്ട്. അതിക്കൊരു ചക്കരൻ്റെ ചെറിയ പൊട്ട് ഇടുകൊണ്ടീന്ന് പറഞ്ഞിരുന്നു ചേച്ചി കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഞാൻ ചക്കര പൊട്ടിട്ട്, അപ്പോൾ അത് നന്നായതൊന്നുമില്ല. അപ്പം ഞാൻ അങ്ങനെ അത് പിന്നെ ഇടലില്ല കേട്ടോ, ശർക്കര പൊട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇടുമല്ലോ, പലയിടത്തും പല ഭാഗങ്ങളല്ലേ അല്ലേ. അപ്പം നല്ല രസമല്ല. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ ഇഡ്ഡലി കേട്ടോ. ഇഡ്ഡലി ഞാൻ കുറച്ച് നേരം പുറത്തേക്ക് എടുത്ത് വെക്കലാണ്. അപ്പോൾ ശരിക്കും പോരും, പെട്ടെന്നാണ് പോരും. അല്ല നമ്മൾ ധൃതി കൂട്ടി പെട്ടെന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തുള്ളി വെള്ളമാണ് കൊടിയിട്ടോ. പച്ചവെള്ളമാണ് കൊടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നിൽക്കണം കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ ശരിക്കും കിട്ടും. ഇത് കണ്ടോ, ഞാൻ ധൃതിയിൽ എടുക്കണോണ്ട് അതിൻ്റെ ഉള്ളിലത്തൊക്കെ അങ്ങോട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളെ സാമ്പാറും ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. മീൻ നന്നാക്കി വൃത്തിയാക്കിയാണ്ട് ഇനി കായം പുരട്ടണം. അപ്പോൾ രാവിലെ തന്നെ പണിയൊക്കെ തീർത്തിട്ട് കൊടുക്കാൻ നേരമല്ലേ, ഇന്ന് ഞായറാഴ്ചയാണ്, പണിയൊന്നുമില്ല. അപ്പോൾ മരിച്ചോടത്തൊക്കെ ഒന്ന് പോവണം. പിന്നെ മക്കൾക്ക് സുഖമല്ലല്ലോ, മിന്നൂസ് അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇന്ന് ശനി ഞായറൊക്കെ ആയതുകൊണ്ട് മക്കളൊക്കെ അല്ലോണ്ട് ഇത് കണ്ടോ കൈകൊണ്ട് എടുക്കണ കണ്ടില്ല ഞാൻ. അത് കുറച്ച് നേരം അവിടെ വെച്ച് നിന്നാൽ കൈകൊണ്ട് ശരിക്കും പോരും കേട്ടോ. അപ്പം നല്ല സോഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അത് കുറച്ച് നേരം വെക്കണം, എന്നാൽ അതിലാറെ നൊരച്ച് നന്നായിട്ട് പൊന്തി വരും കേട്ടോ. ഞാൻ ധൃതി കൂട്ടണത് ഇവർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് പിന്നെ എല്ലാം കഴിഞ്ഞാണ്ട് എവിടേക്കെങ്കിലുമൊക്കെ പോവാണ്ട് നമുക്ക് ഒരുപാട് നേരം വൈകൂലേ. പിന്നെ മിന്നൂസ് അങ്ങനെ കരയുണ്ട്. മിന്നൂസിന് തീരെ വയ്യായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രിയൊക്കെ ഞാൻ ആകെ പേടിച്ചു. നല്ല വിറയലൊക്കെ ഉണ്ടായിരുന്നു, ഷിവറിങ്ങൊക്കെ ഉണ്ടായാൽ അപസ്മാരത്തുമൊക്കെ എടുക്കുമോ എനിക്ക് ഭയങ്കര പേടി. ചെറുതായിട്ട് പണിക്കണമുണ്ട്. ഇന്നലെ രാത്രി ഞാൻ ഡോക്ടറെ പോയി കാണിച്ചു കേട്ടോ. പെരിന്തൽമണ്ണ പോയി ഫൈസൽ ഡോക്ടറെ ഞാൻ കാണിച്ചത്, മഞ്ചേരി ഒന്നും കാണിച്ചില്ല കേട്ടോ. ഡോക്ടർ ആവുമ്പോൾ പിന്നെ മെഡിസിനും കാര്യങ്ങളൊക്കെ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്ത് വിളിച്ച് പറഞ്ഞാലും ഡോക്ടർ പറഞ്ഞു തരും മരുന്നൊക്കെ കേട്ടോ. ഞാൻ സ്ഥിരം കാണിക്കണ ഡോക്ടറാ പറഞ്ഞില്ലേ. ചെറുതെന്തേലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കലാ. അപ്പോൾ ഇതിങ്ങനെ പിടുത്തം വിടുകയെന്ന് കണ്ടപ്പോഴേ നന്നായിട്ട് ലൂസ് മോഷൻ വരുന്നുണ്ട്. അപ്പം ഇനി പൊന്നൂസിന് വരുമോ കരുതിയിട്ട് അപ്പോൾ കാര്യമായിട്ട് ഭക്ഷണമൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ അവർക്ക് കൊടുക്കണ ഭക്ഷണം തന്നെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ചോറ് അരച്ച് കൊടുക്കും. ചോറ് അരച്ച് കൊടുത്തില്ലൊന്നും വലിയ കുഴപ്പം എനിക്ക് തോന്നിയില്ല. അപ്പോൾ പഴത്തിൽ ഞാൻ മിൽമൻ്റെ പാൽ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ മിൽമ പാലൊന്നും ഞാൻ കുട്ടികൾക്ക് കൊടുക്കലില്ല. അപ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എഴുതിക്കാണ്ട് ഞാൻ ലേസം ഉപയോഗിച്ചിരുന്നു. തിളപ്പിച്ചുകാണ്ട് തന്നെ ഉപയോഗിച്ച് അതെറ്റേക്കും എനിക്കിങ്ങനെ തോന്നുക. വേറെ പ്രത്യേകിച്ച് ഭക്ഷണങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് പാൽ ഉപയോഗിച്ച് കൊടുക്കലുണ്ട്. നമ്മളെ നാടൻ പാലാണ് കൊടുക്കൽ. അപ്പോൾ അത് 2 ദിവസമായിട്ട് ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട് ലീനു കുടിക്കായിട്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണ് ഒരു ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ദോശന് നല്ല നെയ് റോസ്റ്റ് കണ്ടില്ലേ, ഇത് പറഞ്ഞാൽ നല്ല നെയ് റോസ്റ്റ് ഉണ്ടാക്കി തരും. അത് നല്ലോണം നിരത്തിക്കാണ്ട് അങ്ങോട്ട് ചുട്ടുകാണ്ട് അതിക്ക് ലേസം ഓയിലാട്ടോ. നെയ് റോസ്റ്റിക്ക് നെയ്യൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ ചുട്ട് വെച്ചാൽ ഓന് നല്ല ഇഷ്ടമാട്ടോ. അങ്ങനെ തിന്നും, സാമ്പാറും കൂട്ടി അങ്ങനെ വേണ്ടിയവർക്ക് അങ്ങനെയും തിന്നാം. അപ്പോൾ പാൽപ്പൊടി ഇട്ടുകാണ്ട് തുള്ളി ചായ ഉണ്ടാക്കുന്നുണ്ട്. ഉമ്മക്ക് തുള്ളി മധുരം ഇട്ടുതരും അങ്ങനെ ചോദിക്കും. അപ്പോൾ ആ മധുരം ഇട്ടുകാണ്ട് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ഉമ്മച്ചിക്കും വേണ്ടിയിട്ട് തന്നെ കേട്ടോ. അമുൽദേവ് കണ്ടുകാണ്ട്
കുട്ടികൾക്ക് കൊടുക്കണ പൊടിയല്ല കേട്ടോ അത്. കുട്ടികൾക്കില്ല പൊടി കഴിഞ്ഞിട്ട് ഞാൻ അതിൽ ലേശം പാൽപ്പൊടി ഇട്ട് വെച്ചതാണ്. അപ്പം അമ്മച്ചീനെ വിളിച്ചിട്ടുണ്ട് ചായ കുടിക്കാനും വേണ്ടിക്കാണ്ട്. അപ്പോത്തിന് താഴത്തെ അമ്മ കയറി വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് സുഖമല്ല എന്ന് അറിഞ്ഞപ്പോഴേ മോടി വന്നിട്ടുണ്ട്. ജാതിക്ക നാവുമ്പോ തേച്ച് കൊടുത്താൽ മാറ്റി നോക്കുമ്മ. പള്ളി വ്യക്തമായിട്ടായിരുന്നു നേരം വെളുക്കോളം ഉറങ്ങിയിട്ടില്ല. ജാതിക്കല്ല ഞാൻ കുട്ടിമാനോട് അവിടെ നിന്ന് നേരം കൊണ്ടു. ആ പെണ്ണോ അമ്മമ്മ നിൽക്കണ. ഒരു ഇഡിലും ചായ കുടിച്ചാൻ പോരുമ്മ. താക്കണം ഉമ്മാനിപ്പം കുടിച്ചോളിയേ. എത്ര കടി ഇപ്പം പുട്ട് പറ്റുമോ ഇനിപ്പാക്ക്? രണ്ടെണ്ണ പാത്രത്തിലാക്കി തരാം കേട്ടോ പാക്ക്. അപ്പം അമ്മ കഴിച്ചില്ല കേട്ടോ. അമ്മ പറഞ്ഞു ഞാൻ കൊണ്ടേക്കോളായിരുന്നു. ഉപ്പാക്കും ഉമ്മാക്കും കൂടിക്കാണ്ട് ഞാൻ കുറച്ച് ഇഡലിയൊക്കെ പാത്രത്തിലാക്കി കൊടുത്തു കേട്ടോ. ഉപ്പാക്കും ഉമ്മാക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. താഴത്തെ കാക്കുവിൻ്റെ ഉമ്മാക്കും ഉപ്പാക്കുമാണ് പറയുന്നത് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഇഡലിയും ദോശയൊക്കെ. അപ്പം അങ്ങനെ താഴത്തെ മുതച്ച് അങ്ങനെ വല്ലാതെ അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കലില്ല. അപ്പം ഞാനാണ് ഉണ്ടാക്കൽ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനും ഉണ്ടാക്കലില്ല. ഞാൻ പറഞ്ഞില്ല പച്ചരി ഒന്നും വല്ലാതെ കിട്ടണില്ല. അപ്പം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കൊടുക്കും കേട്ടോ. ഉപ്പാക്ക് സാമ്പാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഉമ്മ ഇപ്പോൾ വേണ്ടാന്ന് പറയണത് ഇപ്പാൻ്റെ ഒപ്പം പോയിരുന്ന് തിന്നാനാട്ടോ. ഇപ്പാപ്പാക്കും ഉമ്മമാക്കും ഒപ്പം തിന്നാനും വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ആദ്യം കാക്കുവിനോട് പറഞ്ഞതിന് കൊണ്ടുപോയി കൊടുക്കണമെന്ന്. അപ്പം അതങ്ങനെ കൊണ്ടുപോയി കൊടുത്തു കാക്കു കേട്ടോ. ഇപ്പം ഇനി എന്താ പരിപാടി എന്നായിരിക്കും. അപ്പം അമ്മ പറയണ കേട്ടില്ല ജാതിക്ക കൊടുക്കാൻ. അപ്പം ജാതിക്ക ഞാൻ ഒന്നുകൊണ്ട് അരച്ചു കേട്ടോ. അരച്ചുകാണ്ട് കൊടുത്തു. അരച്ചുകാണ്ട് കായം പോലെ ആക്കിയില്ല കേട്ടോ. കായം പോലെ ആക്കി കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് തുപ്പലൊക്കെ ഉണ്ടാവും. അപ്പോൾ പൊടിച്ചുകാണ്ട് അങ്ങനെ വായിൽ വെച്ചുകൊടുത്തു. അപ്പം എൻ്റെ വലിയ മൂത്തച്ചി വിളിച്ചുകാണ്ട് വിവരമൊക്കെ അന്വേഷിക്കുന്നുണ്ട്. മൂത്തച്ചിനോട് പറഞ്ഞു ലേശം തേനൊക്കെ കൂട്ടിക്കാണ്ട് കൊടുത്തളാറ് എന്നാൽ കുട്ടിക്ക് മറ്റേതൊരു ചമർപ്പായിരിക്കും എടി പറയുന്നുണ്ട്. അപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആദ്യം അന്ന് തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കരയിൽ തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ ലേശം മധുരമൊക്കെ കൊടുത്തുകാണ്ട് അങ്ങോട്ട് റെഡിയാക്കി. അപ്പോൾ അവൾ ഉഷാറായൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജാതിക്ക അങ്ങനെ കൊടുക്കാത്തോലെ ഒന്ന് കൊടുത്തു നോക്കുകൊണ്ട് കേട്ടോ. ചിലവർക്കൊക്കെ അറിയാമല്ലേ. അപ്പം നമ്മളെ മീൻ മീൻ റെഡിയാക്കിക്കാണ്ട് ഞാൻ വെച്ചിരുന്നല്ലോ. അപ്പോൾ അതിക്ക് ഇനി മസാല കൂട്ടിക്കാണ്ട് അതും പൊരിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ സാമ്പാറുണ്ടല്ലോ ചോറും വെച്ചാൽ മതി എന്ന് കരുതിക്കാണ്ട് ഇപ്പോൾ കുറേ ദിവസമായി ഞാൻ അടുപ്പ് മൂട്ടിയിട്ട് കേട്ടോ. വിറക് കുറേ ദിവസമായി കാക്കൂനോട് ഞാൻ പറയണ് വിറക് ലേശം വാങ്ങിച്ചേരി. അപ്പം ഇനിയിപ്പോൾ ഈ കുട്ടികൾക്ക് വെയ്യായൊക്കെ ആയപ്പോഴേ കാക്കു പറഞ്ഞാൽ നിൽക്കുക നമുക്ക് വാങ്ങഞ്ഞ് നോൽമ്പൊക്കെ അല്ലേ വരുന്നത്. അപ്പം നമുക്ക് വാങ്ങാറുണ്ട്. അപ്പോൾ അതാക്കണ് ഞാനിതിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇടലില്ല കേട്ടോ. വെളുത്തുള്ളി ഞാൻ അധികം തോലൊന്നും ചീന്തായിട്ട് നിങ്ങളിങ്ങനെ കരുതുന്നുണ്ടാവില്ലേ. അപ്പോൾ അത് നല്ലോണം കഴുകിയിരിക്കുകയാണ് കേട്ടോ. ഒന്നാണ് ചതച്ചുകാണ്ട് ഞാൻ കുത്തിക്കാണ്ടാണ്ട് ഇടലാണ്. മറ്റൊന്നും പ്രത്യേകിച്ച് ഞാൻ മസാലകളൊന്നും ഉപയോഗിക്കലില്ല കേട്ടോ. ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നു. നല്ല ചെറുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടുകാണ്ട് അരച്ചുകാണ്ട് അതൊരു വേറെ ടേസ്റ്റാണ് കേട്ടോ. അതിലേറെ ടേസ്റ്റ് ഇങ്ങനെ തന്നെയാണ് എനിക്കിങ്ങനെ തോന്നി. പിന്നെ എളുപ്പം പണിയല്ലേ. ഒരു വെളുത്തുള്ളി കുത്തിയിട്ടാൽ മതി. മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും സുർക്കയും പിന്നെ അതിക്ക് പെരുംജീരകം ഉണ്ടെങ്കിൽ പെരുംജീരകത്തിൻ്റെ പൊടിയും പിന്നെ ആ വെളുത്തുള്ളി നല്ലോണം കുത്തിയിട്ട് നല്ലോണം ആ മസാലയിലിട്ടാണ് നിരടും കേട്ടോ. എന്നിട്ട് ഇതുപോലെ കണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ മസാലയൊന്നും ഒക്കെ പാടൊന്നും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്നാണ് കാട്ടിയൊക്കെ കൊണ്ടി നല്ല രസം ഉണ്ടാവും കേട്ടോ. ഞാൻ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അധിക ദിവസം ഉണ്ടാക്കൽ. മറ്റേ അതിനൊന്നും പോയില്ലല്ലോ. അപ്പോൾ കുക്കറിൻ്റെ പണി തീർന്നപ്പോൾ കുടുക്കിയിൽ വെച്ചതാണ് കേട്ടോ. എളുപ്പം വേവണ അരിയാണ്. അപ്പോൾ കാക്കു ഇങ്ങനെ ചീത്ത അറിയുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബൊക്കെ ആയപ്പോൾ എനിക്ക് ഗ്യാസുമ്മൽ എന്നെ പണി എടുക്കണം മുഴുവനും ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇനി പറയല് കാക്കു ഇനിയിപ്പോൾ പുറത്തുനിന്ന് യൂട്യൂബിൽ നിന്ന് കമൻ്റ് അടുത്ത അതായിരിക്കും നിങ്ങൾ വലിയ ആൾക്കാരായിരിക്കും പറയണത്. കാരണം എനിക്ക് തന്നെ ചെറിയ വരുന്നുണ്ട് കേട്ടോ. ഞാൻ എന്താ പറയണത് എനിക്ക് തന്നെ അറിയില്ല. ഒരട്ടം പറഞ്ഞതന്നെ പിന്നെയും പറയും ക്ഷമിക്കണം കേട്ടോ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കണ്ടില്ലേ.
ഇനി ഞാൻ ചോറ് അങ്ങനെ ഉണ്ടാക്കട്ടെ കേട്ടോ, വറകില്ലായിട്ടോ മക്കളെ. പിന്നെ ഇനി നോൽമ്പടുപ്പിച്ച് വാങ്ങാമെന്ന് കരുതി. നമുക്ക് ഇനി പത്തിരിയൊക്കെ ഉണ്ടാക്കണേ, പിന്നെ നോൽമ്പിന് ഒരുപാട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കണ്ടേ വൈകുന്നേരം, അപ്പോൾ നോക്കാമെന്ന് കരുതി. ഏതായാലും ഇപ്പോൾ കുട്ടികൾക്ക് വയ്യല്ലോ. അപ്പോൾ അതാക്കണ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ കുക്കറിലല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒന്ന് കുറച്ചൊക്കെ ഒരു ലേസം വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും രാത്രി എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചുണ്ടാക്കും. ഇതെന്താ അരച്ച് കുലാവി ഉണ്ടാക്കിയെന്നായിരിക്കൂലേ ചോറാട്ടോ. മിക്സി നല്ലോണം കഴുകിയിട്ട് ഞാൻ അയക്കേ ലേസം ചൂടുവെള്ളമൊക്കെ ഇട്ടുകൊണ്ട് തന്നെ കഴുകൽ കേട്ടോ നമ്മൾ. അതിൽ ഞാൻ തേങ്ങയും അരി മാത്രമേ അരക്കലുള്ളൂ കേട്ടോ, അല്ലാത്തൊന്നും ഞാൻ അരക്കലില്ല. അപ്പം നല്ലോണം അരച്ചുകാണ്ട് ലേസം ഉപ്പിട്ടുകാണ്ട് ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു എന്താ കഞ്ഞി എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി, മറ്റ് ഭക്ഷണങ്ങളൊന്നും കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കഞ്ഞി അടിച്ചുകാണ്ടാണ് കൊടുക്കാമെന്ന് കരുതി. അതെന്തായിരിക്കും കാണിച്ചെന്നില്ലേ സോപ്പ്. ആ ലിനുവിൻ്റെ പണിയാട്ടോ. അതിൻ്റെ അടിയിൽ സോപ്പ് ഓട്ടയൊക്കെ കുത്തി റെഡിയാക്കിയിട്ടുണ്ട്. ഓളി നോക്കണം നമ്മൾ അതിൻ്റെ അടിയിൽ ഇട്ടോളും, അതിൻ്റെ പ്രായമല്ലേ. അപ്പോൾ നമ്മളെ ഷെയ്മോളം അടിച്ചു വരുന്നുണ്ട് അല്ലേ, ഷെയ്മോളം അടിച്ച് വൃത്തിയാക്കുന്നുണ്ട്. അപ്പുറത്ത് കണ്ടിക്കാണ്ട് നോക്കണ്ട കേട്ടോ. അവിടെ ഞാൻ ഒന്നരാടെ എന്താ കാട്ടിലെന്നോ, അതവിടെ മതിലൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ ഒന്നരാടെ ഞാനോ കാക്കും അതൊക്കെ നുള്ളി പെറുക്കിയാണ്ടാണ് കത്തിക്കലാണ്. ഇവർ കുട്ടികളില്ലേ അവരെടുത്തുകാണ്ട് അങ്ങോട്ട് ഇടുന്നതാണ് കേട്ടോ. പുറത്തേക്ക് ഇടും, പിന്നെ അധികം മുറ്റൊന്നും ഇല്ലല്ലോ, അപ്പുറത്തേക്ക് പാറി ചാടും. അപ്പോൾ 2 ദിവസം 4 ദിവസമൊക്കെ കൂടുമ്പോൾ ഒന്നായിട്ട് കൂട്ടിക്കാണ്ടാണ് കത്തിച്ചു. അപ്പോൾ നമ്മളെ ലിനുമ്മ ഇതാക്കണ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഒപ്പിച്ചാനാരും. ഇന്ന് ഷെയ്മോളില്ലോണ്ട് കുറച്ച് പണികളൊക്കെ ഷെയ്മോൾ എടുത്തു തന്നു കേട്ടോ. തിരുമ്പാലൊക്കെ ഓള് ചെയ്തു തന്നു, അടിച്ചോരലും അടിച്ചോരലൊക്കെ ഓള് ചെയ്തു തന്നു കേട്ടോ. അപ്പോൾ ഇതാക്കണ നമ്മളെ മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉമ്മാനെ കുളിപ്പിക്കാനും വേണ്ടിക്കാണ്ട് ലേസം വെള്ളം ചൂടാക്കട്ടെ കേട്ടോ, തലേക്ക് പാരണം. അല്ലാന്നുണ്ടെങ്കിൽ തണുത്തോളമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മ ഇങ്ങനെ കുരച്ചുകൊണ്ട് പോയി. അപ്പോൾ ചൂടുവെള്ളം ഉണ്ടാക്കിയാണ്ട് അതിൻ്റെ അടിയിൽ കൂടെ മണ്ടി പാഞ്ഞ് എല്ലാ പണികളും എടുക്കണം കേട്ടോ. അതാണ് ആ കമൻറ്റൊക്കെ പറയണേന് ഞാനിങ്ങനെ പറയണത്. നമ്മളപ്പോൾ മിന്നുമ്മയാക്കണം കേട്ടോ. മിന്നുമ്മക്ക് ഒന്നും ജീവൻ വെച്ചപ്പോൾ നിലത്ത് വെച്ചു. ഞാൻ അതിന് ഇങ്ങനെ മുട്ടുത്തി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കൊട്ടാരത്തിൽ കാണുന്നവർക്ക് വലിയ അടങ്ങാറായിരിക്കൂലേ, ഇങ്ങനെ വൃത്തിയില്ല എത്താപ്പം ആ കുട്ടീനെ നിലത്ത് വെച്ചിക്കണെന്നൊക്കെ പറയണത്. പിന്നെ നമ്മൾ എവിടെയാണ് വെക്കുക മക്കളെ. ഇൻഷാ അല്ലാ എല്ലാം റെഡിയാവും, നിങ്ങളൊക്കെ കൂടെ സപ്പോർട്ടിനുണ്ടല്ലോ. അപ്പോൾ കുറച്ച് മാറാലൊക്കെ ഉണ്ട് ഇറങ്ങാണ്ട് കാക്കും മാറാലൊക്കെ തട്ടുകയാണ് കേട്ടോ. വീട് ഇങ്ങനെ ഇടയ്ക്ക് ആരേലൊക്കെ വന്ന് നോക്കണുണ്ട്. നിങ്ങളും ദ്വാരക്കൊണ്ട് കേട്ടോ റബ്ബിനോട് വീട് കച്ചവടമായിക്കാണ്ട് പോവാനെങ്കിലും. ഏതായാലും ഒന്നും നടക്കൂലെങ്കിൽ കച്ചവടമെങ്കിലും ആയിട്ട് നമ്മളതൊക്കെ തീർക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊന്ന് വീഡിയോ. അസ്സലാമു അലൈക്കും.